Next, we are moving to the question. Consider a relation R in the set of real numbers defined as R is equal to set ordered per AB such that A less than or equal to B. Check whether the given relation is reflexive, symmetric and transitive. അതായത് നമുക്കൊരു റിലേഷൻ തന്നിട്ടുണ്ട്. റിയൽ നമ്പേഴ്സിന്റെ സെറ്റിലേക്കാണ് റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓർഡർഡ് പെയർ എ ബി സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. നമ്മളൊരു ഓർഡർഡ് പെയർ എടുത്താൽ ഒന്നെങ്കിൽ അത് അതിനെ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് സെക്കൻഡ് എലമെന്റിന് ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ സെക്കൻഡ് എലമെന്റിനേക്കാൾ ചെറുതായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ റിഫ്ലെക്സിവിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. ഇതാണ് ഇപ്പൊ ഞാൻ പറയാണ് എ എലമെന്റ് ഓഫ് ആർ. ഓക്കെ, എ എലമെന്റ് ഓഫ് ആർ എന്ന് പറഞ്ഞാൽ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് പറയാൻ പറ്റും. അതിൽ എ ഈക്വൽ ടു എ എന്ന് പറയുന്ന കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഈസ്, അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം? ആർ എന്താണ്? റിഫ്ലെക്സീവ് ആണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നമുക്ക് എന്താണെന്ന് നോക്കണം, സിമെട്രിക് ആണോ നോക്കണം. ഒന്നുകിൽ നിങ്ങൾക്ക് എ ബി വെച്ച് ബി എ അങ്ങനെ രീതിയിലും ചെയ്യാം. ഞാനിവിടെ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ 2ഉം 4ഉം ഈ രണ്ട് നമ്പേഴ്സ് ആണ് എടുത്തിരിക്കുന്നത്. കാരണം എന്താണ്? 2 എന്ന് പറയുന്നത് 4നേക്കാൾ ചെറുതാണ് ആണല്ലോ. അപ്പൊ 2 ലെസ് ദാൻ 4 എന്ന് പറഞ്ഞാൽ വിച്ച് ഇംപ്ലൈസ് നമ്മുടെ ഇവിടുത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തതുകൊണ്ട് ആ റിലേഷനിലെ എലമെന്റ് ആണ് ഓർഡേർഡ് പെയർ 2, 4. പക്ഷേ ഒന്ന് തിരിച്ച് ചിന്തിച്ചു നോക്കേ, 2, 4 ആറിലെ എലമെന്റ് എന്ത് ഇംപ്ലൈ ചെയ്യുന്നില്ല? 4 ലെസ് ദാൻ 2നെ ഇംപ്ലൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഓർഡേർഡ് പെയർ 4, 2 നോട്ട് ആൻ എലമെന്റ് ഓഫ് R. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? R ഈസ് നോട്ട് സിമെട്രിക്. ഓക്കെ, R ഈസ് നോട്ട് സിമെട്രിക്. നെക്സ്റ്റ്, ഇനി നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ട്രാൻസിറ്റിവിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാനിവിടെ ഓർഡേർഡ് പെയർ എ ബി അതേപോലെ ഓർഡേർഡ് പെയർ ബി സി ഇവ രണ്ടും നമ്മുടെ റിലേഷനായ ആറിലെ എലമെന്റ് ആണെന്ന് കൺസിഡർ ചെയ്താൽ ഇവിടുത്തെ കണ്ടീഷൻ എന്താണ്? ഇപ്പൊ ഓർഡേർഡ് പെയർ എ ബി എലമെന്റ് ഓഫ് ആർ ആണെങ്കിൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആയിരിക്കും. അതേപോലെ ഓർഡേർഡ് പെയർ ബി സി എലമെന്റ് ഓഫ് ആർ ആണെങ്കിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ആയിരിക്കും. ഒന്ന് ആലോചിക്കേ, എ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ബി ആകാം അല്ലെങ്കിൽ ബിയേക്കാൾ ചെറുതാകാം. ബി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ സി ആകാം അല്ലെങ്കിൽ സിയേക്കാൾ ചെറുതാകാം. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എ എന്ന് പറയുന്ന നമ്പർ ഒന്നെങ്കിൽ സി ആകാം അല്ലെങ്കിൽ സിയേക്കാൾ ചെറുതാകാം. ദാറ്റ് മീൻസ് നമുക്ക് എ സി എലമെന്റ് ഓഫ് ആർ എന്ന് പറയാൻ പറ്റും. ദാറ്റ് മീൻസ് ആർ ഈസ് ട്രാൻസിറ്റീവ്. ദാറ്റ് ഈസ് ദ ഗിവൺ റിലേഷൻ ആർ ഈസ് ഈക്വൽ ടു സെറ്റ് ഓർഡേർഡ് പെയർ എ ബി സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി which is defined in the set of real numbers is reflexive, not symmetric and transitive. Okay. Next we are moving to the question. R is equal to set ordered pair AB such that A less than or equal to B square. അതായത് സെക്കൻഡ് എലമെന്റിന്റെ സ്ക്വയറിനേക്കാൾ ചെറുതോ അല്ലെങ്കിൽ ഈക്വലോ ആയിരിക്കണം ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു കണ്ടീഷൻ ഞാൻ എക്സാമ്പിൾസ് വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇപ്പൊ ഞാൻ പറയാണ് 1/2 and 1/2 റിയൽ നമ്പേഴ്സ് ഉൾപ്പെടുന്ന ആളാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ റിലേഷനിൽ ഉൾപ്പെടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ റിലേഷനിൽ ഉൾപ്പെടണമെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻ എന്താണ്? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ. അപ്പൊ എ ആരാണ്? 1/2. 1/2 സ്ക്വയർ എത്രയാണ്? 1/4. ഓക്കെ, 1/2 അല്ല 1/4 ആണ് ചെറുത്. ഓക്കെ, ആ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവരുത്. 1/2നേക്കാൾ ചെറുതാണ് 1/4 എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ വി ക്യാൻ സേ ദാറ്റ് ആർ ഈസ് നോട്ട് റിഫ്ലെക്സീവ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് സിമെട്രിക്കിന്റെ കണ്ടീഷൻ നോക്കാം. ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ എടുത്തിരിക്കുന്നു. 1, 4 എലമെന്റ് ഓഫ് ആർ. കാരണം എന്താണ്? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 സ്ക്വയർ. അതായത് 16നേക്കാൾ ചെറുതാണ് 1 എന്ന് പറയുന്നത്. അതുകൊണ്ട് 1, 4 എന്താണ്? ആ ഒരു റിലേഷനിലെ എലമെന്റ് ആണ്. പക്ഷേ നമുക്ക് 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 സ്ക്വയർ എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം 1ന്റെ സ്ക്വയർ 1 ആണ്. ഓക്കെ, അപ്പൊ 1നേക്കാൾ ചെറുതാണ് 4 എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ ഓർഡേർഡ് പെയർ 4, 1 നോട്ട് ആൻ എലമെന്റ് ഓഫ് ആർ. therefore R is not symmetric. ഓക്കെ, നെക്സ്റ്റ് കണ്ടീഷൻ ഫോർ ട്രാൻസിറ്റിവിറ്റി. ഇപ്പൊ ഞാനിവിടെ രണ്ടുപേരെ എടുത്തിരിക്കുന്നു. 3 is related to 2 and 2 is related to 1.5 and these two elements are a part of relation R. ഓക്കെ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. 3 ലെസ് ദാൻ 2 that means 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 സ്ക്വയർ. കറക്റ്റ് അല്ലേ? 2ന്റെ സ്ക്വയർ എത്രയാണ്? 4. 3 എന്ന് പറയുന്നത് 4നേക്കാൾ ചെറുതാണ്. ഓക്കെ, അപ്പൊ ആ കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്തു. ആൻഡ് 2 1.5. ഓക്കെ, 1.5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2.25 ആണ്. അപ്പോഴത്തേക്കും 2 എന്ന് പറയുന്നത് ലെസ് ദാൻ 2.25 ആണ്. അപ്പൊ ഈ ഒരു കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്തു. പക്ഷേ നമുക്ക് ഇവരെ രണ്ടുപേരെ റിലേറ്റ് ചെയ്തപ്പോൾ ദാറ്റ് ഈസ് 3 ഈസ് റിലേറ്റഡ് ടു 1.5 ആ ഒരു കണ്ടീഷൻ നോക്കിയപ്പോൾ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? നമുക്ക് 3
ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2.25 എന്ന് എഴുതാൻ കഴിയില്ല. കാരണം എന്താണ്? 3 ഈസ് ഗ്രേറ്റർ ദാൻ 2.25. ഓക്കെ, എന്താണ് 3 ഗ്രേറ്റർ ദാൻ 1.5ന്റെ സ്ക്വയർ, അതായത് 2.25. അങ്ങനെയാണെങ്കിൽ 3, 1.5 നോട്ട് ആൻ എലമെന്റ് ഓഫ് ദ റിലേഷൻ R. Therefore we can say that R is not transitive. That is, the relation R is equal to set ordered pair AB such that A less than or equal to B square is neither reflexive nor symmetric and nor transitive. Okay. So we are moving to the next question. Capital R is equal to set ordered pair AB such that A less than or equal to BQ. Okay. അപ്പോൾ നമുക്ക് ഞാനിവിടെ നേരത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്ത അതേ ഒരു എക്സാമ്പിൾ ആണ് ഫസ്റ്റ് റിഫ്ലക്സിന്റെ കേസിൽ എടുക്കുന്നത്. 1/2 1/2. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കേ. ഇവിടുത്തെ കണ്ടീഷൻ അനുസരിച്ച് 1/2 എന്ന് പറയുന്നത് എന്തായിരിക്കണം? 1/2ന്റെ ക്യൂബിനോട് ഈക്വലോ അല്ലെങ്കിൽ അതിനേക്കാൾ ചെറുതോ ആയിരിക്കണം. പക്ഷേ നമ്മുടെ കണ്ടീഷൻ തെറ്റാണ്. കാരണം എന്താണ്? 1/2ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1/8 ആണ്. 1/8 ഈസ് ലെസ് ദാൻ 1/2. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്താന്ന് പറയാൻ പറ്റില്ല, R ഈസ് നോട്ട് റിഫ്ലക്സീവ്. ഓക്കെ, ഇനി അടുത്ത ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഓർഡർ പെയർ 1 2 എലമെന്റ് ഓഫ് R. 1 2 എന്ന് പറയുന്ന R എലമെന്റ് ആണ്. കാരണം എന്താണ്? നമുക്ക് പറയാൻ പറ്റും 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2Q. കറക്റ്റ് അല്ലേ? 1 എന്ന് പറയുന്നത് 8നേക്കാൾ ചെറുതാണ്. പക്ഷേ 2 എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റില്ല, ലെസ് ദാൻ 1 എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം 2 എന്ന് പറയുന്നത് 1നേക്കാൾ വലുതാണ്. That means 2 greater than 1 which implies ordered pair 2 1 not an element of this relation. That means R is not symmetric. Okay, next is അടുത്ത ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തിരിക്കുന്നത് 3 and 3/2. ഓക്കെ, 3 and 3/2 ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പെയർ ഓഫ് എലമെന്റ്സ് ആണ്. നെക്സ്റ്റ് 3/2 and 6/5. അതും A less than or equal to BQ എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എലമെന്റ്സ് ആണ്. സോ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ റിലേഷൻ R. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. 3 less than 3/2 the square and 3/2 less than 6/5 the whole square. പക്ഷേ 3 എന്ന് പറയുന്നത് 6/5 the whole square-നേക്കാൾ ഗ്രേറ്റർ ആണ്. അതുകൊണ്ട് ആ ഒരു കണ്ടീഷൻ അവിടെ വെച്ച് ബ്രേക്ക് ആവുന്നു. അപ്പോൾ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? 3 ordered pair 3 6/5 not an element of R. That is, the given relation is not satisfactory. That is, the given relation is not transitive. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ we can say the relation R is equal to ordered pair AB such that A less than or equal to BQ defined on the set of real numbers is neither reflexive nor symmetric and nor transitive. Okay, clear ആണല്ലോ? Next we are moving to a simple question. ഓക്കെ, ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്യാണ്. ഈ റിഫ്ലെക്സീവ് സിമെട്രിക് ട്രാൻസിറ്റീവിന്റെ കോൺസെപ്റ്റ് ഒന്ന് നല്ലോണം നമുക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ദ സെറ്റ് ഓഫ് ഓൾ ദ ബുക്സ് ഇൻ എ ലൈബ്രറി ഓഫ് എ കോളേജ്. ഒരു കോളേജിന്റെ ലൈബ്രറിയിലുള്ള എല്ലാ ബുക്സും ഉൾപ്പെടുന്ന സെറ്റാണ് എ എന്ന് വിചാരിക്കുക. ആൻഡ് വി ആർ ഗിവൺ വിത്ത് എ റിലേഷൻ സെറ്റ് ഓർഡർഡ് പെയർ എക്സ് കോമ വൈ സച്ച് ദാറ്റ് എക്സ് ആൻഡ് വൈ ഹാവ് സെയിം നമ്പർ ഓഫ് പേജസ്. ഓക്കെ, എക്സും വൈയും രണ്ട് ബുക്കുകളാണ്. പ്രത്യേകത എങ്ങനെയാണ്? ആ രണ്ട് ബുക്കുകൾക്കും പേജ് നമ്പർ സെയിം ആയിരിക്കും, നമ്പർ ഓഫ് പേജസ് സെയിം ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇപ്പൊ ഞാൻ എക്സ് എന്ന് എടുക്കുന്നു. എക്സിനെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. എക്സ് എന്ന് പറയുന്ന ബുക്ക്, എക്സ് എന്ന് പറയുന്ന മറ്റൊരു ബുക്ക്, ഈ രണ്ട് ബുക്കിന്റെയും നമ്പർ ഓഫ് പേജസ് സെയിം ആയിരിക്കും. കാരണം എന്താണ്? നമ്മൾ എടുത്തിരിക്കുന്നത് സെയിം ബുക്ക് തന്നെയാണ്. സോ അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? എക്സ് എക്സ് എലമെന്റ് ഓഫ് ആർ. ഓക്കെ, കാരണം എന്താണെന്ന് മനസ്സിലായല്ലോ? ബിക്കോസ് എക്സ് ആൻഡ് എക്സ് ഹാവ് ദ സെയിം നമ്പർ ഓഫ് പേജസ്. ദെയർഫോർ ആർ ഈസ് റിഫ്ലെക്സീവ്. ഓക്കെ, വളരെ എളുപ്പമുള്ള ഒരു കോൺസെപ്റ്റ് ആണ് റിഫ്ലെക്സീവ് സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ് റിലേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് നമുക്ക് ഇനി തെളിയിക്കേണ്ട എന്താണ്? സിമെട്രിക് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ രണ്ട് ആൾക്കാരെ എടുക്കുന്നു, എക്സും വൈയും. അപ്പൊ ഞാൻ പറയാണ് എക്സ് വൈ എലമെന്റ് ഓഫ് ആർ ആണ്. ദാറ്റ് മീൻസ് എക്സ് ആൻഡ് വൈ ഹാവ് ദ സെയിം നമ്പർ ഓഫ് പേജസ്. അങ്ങനെയാണെങ്കിൽ ഒന്ന് തിരിച്ച് ചിന്തിച്ചു നോക്കിയേ. എക്സ് എന്ന് പറയുന്ന ബുക്കിനും വൈ എന്ന് പറയുന്ന ബുക്കിനും ഒരേ നമ്പർ ഓഫ് പേജസ് ആണെന്നുണ്ടെങ്കിൽ വൈ എന്ന് പറയുന്ന ബുക്കിനും എക്സ് എന്ന് പറയുന്ന ബുക്കിനും സെയിം നമ്പർ ഓഫ് പേജസ് തന്നെ ആയിരിക്കും. അതായത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? വൈ എക്സ് എലമെന്റ് ഓഫ് ആർ. Okay, കാരണം എന്താണ്? Because y and x have the same number of pages. Therefore, I can write R is symmetric. Okay. ഇനി ഒന്ന് ചിന്തിച്ചു നോക്കേ. ഞാൻ പറയുന്നു എക്സ് വൈ എന്ന് പറയുന്നത് എലമെന്റ് ഓഫ് ആർ ആണ്. ഓക്കെ, അതായത് എക്സ് എന്ന് പറയുന്ന ബുക്കിൽ എത്ര പേജസ് ഉണ്ടോ അത്രയും പേജസ് തന്നെയാണ് വൈ എന്ന് പറയുന്ന ബുക്കിലുള്ളത്. ഇനി ഞാൻ പറയുന്നു
Y എന്ന് പറയുന്ന ബുക്കിൽ എത്ര പേജസ് ഉണ്ടോ അത്രയും പേജസ് തന്നെയാണ് Z എന്ന് പറയുന്ന ബുക്കിൽ ഉള്ളത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എക്സ് വൈ ഇസഡ് ഈ മൂന്ന് ബുക്കുകളിലും സെയിം നമ്പർ ഓഫ് പേജസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ദാറ്റ് ഈസ് ഐ ക്യാൻ റിലേറ്റ് എക്സ് ടു ഇസഡ്. റൈറ്റ്. Therefore R is transitive. Okay. അപ്പം ഒരേ സമയം റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവുമായിട്ടുള്ള റിലേഷൻസിനെ നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? ഇക്വലൻസ് റിലേഷൻ. ഓക്കെ, ഇക്വലൻസ് റിലേഷൻസ്. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ ഒരു കോൺസെപ്റ്റ് നല്ല രീതിയിൽ ക്ലിയർ ആവും. അതിന് വേണ്ടിയിട്ടാണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇവിടെ എടുത്തത്. നെക്സ്റ്റ് വി ആർ മൂവിംഗ് ടു ദ ക്വസ്റ്റ്യൻ. We are given with a set A is equal to x element of Z, അതായത് integers such that 0 less than or equal to x less than or equal to 12, and we are provided with the relation set ordered pair AB such that modulus of A minus B is a multiple of 4. Okay, അപ്പോൾ നമുക്ക് A എന്ന് പറയുന്ന സെറ്റിനെ ആദ്യം എഴുതാം. ഓക്കെ, അപ്പൊ A എന്ന് പറയുന്ന സെറ്റിനെ എഴുതുമ്പോൾ എവിടെ മുതൽ എവിടെ വരെയാണ് വരുന്നത്? 0 മുതൽ 12 വരെയാണ് വരുന്നത്. 0 1 2 3 4 5 6 7 8 9 10 11 12. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോ നമുക്കറിയാം റിലേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഏത് സെറ്റിലാണോ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ആ സെറ്റിന്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ സബ്സെറ്റുകളായിരിക്കും. ഇപ്പൊ നമ്മളിതാ ഈ ഒരു സെറ്റിന്റെ കാർട്ടീഷ്യൻ പ്രോഡക്ട്സ് എഴുതാൻ പോയാൽ നമ്മൾ 0 0 0 1 മുതൽ 12 12 വരെ എഴുതേണ്ടി വരും. അപ്പം ദാറ്റ് സെറ്റ് വിൽ ബി എ ബിഗ് സെറ്റ്. ഓക്കെ, ബിഗ് സെറ്റ് ഓഫ് എലമെന്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ ഞാൻ അതിന് പകരം വേരിയബിൾസിനെ യൂസ് ചെയ്ത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് റിഫ്ലെക്സീവിന് വേണ്ടിയിട്ടാണ് ഞാൻ നോക്കുന്നത്. ഇപ്പൊ ഞാൻ എടുക്കുകയാണ് ഒരു എലമെന്റ് എ ഈസ് റിലേറ്റഡ് ടു എ എന്നുള്ള രീതിയിൽ എടുക്കുകയാണ്. അപ്പൊ ഞാൻ എഴുതിയാണ് എ എന്ന് പറയുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കേ, എ എന്ന് പറയുന്നത് ആറിലെ എലമെന്റ് ആവണമെങ്കിൽ കണ്ടീഷൻ എന്താണ്? മോഡുലസ് ഓഫ് എ മൈനസ് എ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. ഓക്കെ, അപ്പൊ മോഡുലസ് ഓഫ് എ മൈനസ് എയുടെ വാല്യൂ എന്താണ്? 0. 0 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എവറി നമ്പർ. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എ എലമെന്റ് ഓഫ് ആർ which implies A is a multiple, which implies modulus of A minus A is a multiple of 4, which implies 0. 0 is a multiple of 4. Okay, and that condition is true, so we can write R is symmetric. R is reflexive. Okay, next we are going for the condition for symmetry. Okay, അപ്പോൾ ഞാൻ ഇവിടെ എടുക്കുകയാണ് ordered pair AB element of R. AB element of R എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? Modulus of A minus B is a multiple of 4. Okay, is a multiple of 4. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിനെ ഏത് രീതിയിൽ എഴുതാം? ഈ മോഡുലസിന്റെ അകത്ത് ഞാനൊരു മൈനസിനെ ഇൻസേർട്ട് ചെയ്താൽ എനിക്ക് ഇങ്ങനെ എഴുതാം. മൈനസ് ഓഫ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. ഇനി ആലോചിക്കേ, മൈനസ് ഓഫ് എ മൈനസ് ബി എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? മോഡുലസ് ഓഫ് ബി മൈനസ് എ. ഓക്കെ, അപ്പൊ മോഡുലസ് ഓഫ് ബി മൈനസ് എ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. So the condition for symmetry is satisfied here. That is ordered pair BA element of R. Therefore R is symmetric. Okay, clear ആണല്ലോ? R is symmetric. വളരെ important ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് we are going for the condition for transitivity. Okay, അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതിയാണ് ordered pair AB element of R and ordered pair BC element of R. That means A modulus of A minus B is a multiple of 4. Okay, is a multiple of 4. And എനിക്ക് ഇതിനെ എങ്ങനെ എഴുതാം? Modulus of B minus C is a multiple of 4.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മോഡുലസ് ഓഫ് എ മൈനസ് ബിയുടെയും മോഡുലസ് ഓഫ് ബി മൈനസ് സിയുടെയും സം എന്ന് പറയുന്നത് എന്തായിരിക്കും? 4ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പൊ നമ്മൾ ചെയ്തു നോക്കുമ്പോൾ ഇങ്ങനെ എഴുതാം, മോഡുലസ് ഓഫ് എ മൈനസ് ബി പ്ലസ് മോഡുലസ് ഓഫ് ബി മൈനസ് സി is a multiple of 4. Okay, is a multiple of 4. That means modulus of a minus c is a multiple of 4. അതെന്താണ് ഇംപ്ലൈ ചെയ്യുന്നത്? എ മൈനസ് സി, മോഡുലസ് ഓഫ് എ മൈനസ് സി 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ വി ക്യാൻ റൈറ്റ് ഓർഡേർഡ് പെയർ എ സി എലമെന്റ് ഓഫ് ആർ, which implies R is transitive. Okay, which implies R is transitive. അപ്പൊ നമുക്ക് ഈ ഒരു റിലേഷൻ നോക്കുമ്പോൾ എന്താണ് മനസ്സിലാവുന്നത്? R is reflexive, R is symmetric and R is transitive. So we can say that R is an equivalence relation. Okay. Next we are moving to another relation defined in the same set. Okay, അപ്പോൾ ഞാൻ A എന്ന് പറയുന്ന സെറ്റിനെ ഒന്നും കൂടെ എഴുതിയാണ്, is equal to 0 1 2 3 4 5 6 7 8 9 10 11 and 12. Okay, അപ്പോൾ ഇനി എനിക്ക് തന്നിട്ടുള്ള റിലേഷൻ എന്താണ്? സെറ്റ് ഓർഡേർഡ് പെയർ എ ബി സച്ച് ദാറ്റ് എ ഈസ് ഈക്വൽ ടു ബി. ഓക്കെ, അപ്പൊ ഞാൻ ഫസ്റ്റ് കണ്ടീഷൻസ് നോക്കുന്നു. ഓർഡേർഡ് പെയർ എ എ എ നിങ്ങളൊന്ന് കൺസിഡർ ചെയ്ത് നോക്കെ. എ ഈസ് ഈക്വൽ ടു എ എന്ന് എനിക്ക് പറയാൻ കഴിയും. സോ എ എലമെന്റ് ഓഫ് ആർ, കാരണം എന്താണ്? എ ഈസ് ഈക്വൽ ടു എ, അതുകൊണ്ട് ആർ ഈസ് റിഫ്ലെക്സീവ്. ഓക്കെ, അവർ നെക്സ്റ്റ് കണ്ടീഷൻ ഇപ്പൊ ഞാൻ പറയാണ് എ ബി എന്ന് പറയുന്നത് എയിലെ എലമെന്റ് ആണ്, വിച്ച് മീൻസ് എ ഈസ് ഈക്വൽ ടു ബി. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറഞ്ഞൂടെ ബി ഈസ് ഈക്വൽ ടു എ ആണ്, അതുകൊണ്ട് ഓർഡേർഡ് പെയർ ബി എ എലമെന്റ് ഓഫ് ആർ, which means R is symmetric. Okay, which means R is symmetric. Next, I am saying that ordered pair AB element of R and ordered pair BC element of R. Okay, that means A is equal to B and B is equal to C. ഒന്ന് ആലോചിച്ച് നോക്കേ, എ എന്ന് പറയുന്നത് ബിക്ക് ഈക്വൽ ആണ്, ബി എന്ന് പറയുന്നത് സിക്ക് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് പറയാം? എ ഈസ് ഈക്വൽ ടു സി. എ ഈസ് ഈക്വൽ ടു സി എന്ന് പറഞ്ഞാൽ വിച്ച് ഇംപ്ലൈസ് ഓർഡേർഡ് പെയർ എ സി എലമെന്റ് ഓഫ് ആർ. Therefore R is transitive. Okay, R is transitive. So the relation is reflexive, symmetric and transitive. So it is an equivalence relation. So R is an equivalence relation. Clear? So we are moving to the 11th question of our exercise 1.1. We are provided with the set A of all points in a plane. ഒരു പ്ലെയിനിലെ എല്ലാ പോയിന്റ്സും ഉൾപ്പെടുന്ന സെറ്റ് ആണ് A എങ്കിൽ, and the relation is equal to set ordered pair PQ such that distance of P from originൽ നിന്നും P എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസും ഒറിജിനിൽ നിന്നും ക്യൂ എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസും സെയിം ആയിരിക്കും എന്നാണ് നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ദിസ് റിലേഷൻ ഈസ് ആൻ ഇക്വലൻസ് റിലേഷൻ. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യനെ ഞാൻ ഷോർട്ട് ആയിട്ട് എഴുതിയിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്, ഈ റിലേഷൻ ഒരു ഇക്വലൻസ് റിലേഷൻ ആണെന്ന് തെളിയിക്കുക. അതേപോലെ തെളിയിച്ചതിന് ശേഷം ഷോ ദാറ്റ് ദ സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് റിലേറ്റഡ് ടു പി, പിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി എല്ലാ പോയിന്റ്സും ഏതൊഴിച്ച് 0 0, അതായത് ഒറിജിനിലെ പോയിന്റ് ഒഴിച്ച് ബാക്കി എല്ലാ പോയിന്റ്സും കൂടെ നമുക്ക് അതിന്റെ ലോക്കസ് എടുത്താൽ മൊത്തത്തിൽ എന്താണെന്നാണ് തെളിയിക്കേണ്ടത്? അതൊരു സർക്കിൾ ആണെന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ഈ ഒരു റിലേഷൻ ഇക്വലൻസ് റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഒറിജിനെ O എന്ന് പറഞ്ഞിട്ട് എടുക്കുകയാണേ. അപ്പൊ O എന്ന് പറയുന്നത് എന്താണ്? ഒറിജിൻ. ഓക്കെ, അപ്പൊ റിഫ്ലെക്സീവ് ആണോ എന്ന് നോക്കണം. ഇപ്പൊ ഞാൻ എടുക്കുന്നു പി പി എന്ന് പറയുന്ന പോയിന്റ് എടുക്കുകയാണ്. അപ്പൊ പി പി എന്ന് പറയുന്ന പോയിന്റ് എടുത്താൽ ഇവിടുത്തെ കണ്ടീഷൻ എന്താണ്? ഡിസ്റ്റൻസ് ഓഫ് പി ഫ്രം ദ ഒറിജിൻ ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഓഫ് പി ഫ്രം ദ ഒറിജിൻ. ആ ഒരു കണ്ടീഷനിലേക്ക് പോകും. അതായത് ഒറിജിനിൽ നിന്നും പി എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണോ അത് തന്നെയാണ് ഒറിജിനിൽ നിന്നും പി എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, ബോത്ത് ആർ സെയിം. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം? പി ആൻഡ് പി ആർ റിലേറ്റഡ് and it is a part of our relation R.
ദാറ്റ് ഈസ് അതിന്റെ കണ്ടീഷൻ എന്താണ്? ഇപ്പൊ ഞാൻ പറയുന്നു ഡിസ്റ്റൻസ് ഓഫ് പി ഫ്രം ദ ഒറിജിൻ, അതിനെ ഞാൻ ഒ പി എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. ഒ പി ഈസ് ഈക്വൽ ടു ഒ പി, therefore R is reflexive. Okay. Next, ഇപ്പൊ ഞാൻ എടുക്കുകയാണ് പി ക്യൂ എലിമെന്റ് ഓഫ് ആർ. അതായത് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? ദ ഡിസ്റ്റൻസ് ഓഫ് പി ഫ്രം ദ ഒറിജിൻ, ഓക്കെ, ഒ പി ഈസ് ഈക്വൽ ടു ദ ഡിസ്റ്റൻസ് ഓഫ് ക്യൂ ഫ്രം ദി ഒറിജിൻ, ദാറ്റ് മീൻസ് ഓക്കെ. അപ്പൊ ഇതിനെ എനിക്ക് നേരെ തിരിച്ചും പറഞ്ഞൂടെ? ദ ഡിസ്റ്റൻസ് ഓഫ് the point Q from the origin is equal to the distance of point P from the origin. അപ്പോൾ അതായത് OQ is equal to OP എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും, which implies OQ is equal to OP. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ therefore ordered pair QP element of R, therefore R is symmetric. Okay. Next, ഇനി നമുക്ക് ട്രാൻസിറ്റിവിറ്റിയുടെ കണ്ടീഷനിലേക്കാണ് പോകേണ്ടത്. അപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ എടുക്കുകയാണ് ഓർഡേർഡ് പെയർ പി ക്യൂ എലിമെന്റ് ഓഫ് ആർ, ഓക്കെ, ആൻഡ് ഓർഡേർഡ് പെയർ ക്യൂ ആർ എലിമെന്റ് ഓഫ് ആർ. ഇങ്ങനെ എടുക്കുകയാണ്. That means the distance of the point P from the origin is equal to the distance of the point Q from the origin, and the distance of the point Q from the origin is equal to the distance of the point R from the origin. That means condition എനിക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യാം. Therefore it implies OP is equal to OQ and OQ is equal to OR. അങ്ങനെയാണെങ്കിൽ OQ is equal to OQ is equal to എന്നാണ് വന്നിരിക്കുന്നത്. So which implies OP is equal to OR. That means PR element of capital R. Therefore R is transitive. Okay, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ R എന്താണ്? ട്രാൻസിറ്റീവ് ആണ്. So our relation is reflexive, symmetric and transitive at the same time. So we can say that R is an equivalence relation. R is an equivalence relation. Next, we are provided with another condition. എന്താണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്? എയും പിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും, ഏതൊഴിച്ച് ഒറിജിൻ ഒഴിച്ച് ഉള്ള ബാക്കി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും കൂടെ ആ പോയിന്റ്സിന്റെ ലോക്കസ് നമ്മൾ എടുത്താൽ നമുക്കൊരു സർക്കിൾ കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സിന്റെ പ്രത്യേകത എന്താണ്? ഒറിജിനിൽ നിന്നും ആ പോയിന്റിലേക്കും ഒറിജിനിൽ നിന്നും പി എന്ന് പറയുന്ന പോയിന്റിലേക്കുമുള്ള ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. അപ്പൊ നമുക്കറിയാം ഒരു പോയിന്റിൽ നിന്നും, അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ പ്ലെയിനിൽ ഇത് വരയ്ക്കുമ്പോൾ ഇപ്പോൾ ഒറിജിൻ ആണ് എടുത്തതെങ്കിൽ ഒറിജിനിൽ നിന്നും പിയിലേക്കുള്ള ഡിസ്റ്റൻസും ഒറിജിനിൽ നിന്നും ക്യൂയിലേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആണ്. അതേപോലെ ഒറിജിനിൽ നിന്നും പിയിലേക്കുള്ള ഡിസ്റ്റൻസും ഒറിജിനിൽ നിന്നും ആറിലേക്കും ഉള്ള ഡിസ്റ്റൻസ് സെയിം ആണ്. ആ ഒരു രീതിയിലാണ് നമ്മൾ റിലേഷൻ പൊക്കോണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ പി എന്ന് പറയുന്ന പോയിന്റ് എത്ര ദൂരത്തിലാണോ അത്രയും ദൂരത്തിൽ തന്നെയാണ് പിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി പോയിന്റ്സും നിൽക്കുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ദ ലോക്കസ് ഓഫ് ഓൾ പോയിന്റ്സ്, ഓക്കെ, the locus of all points which are equidistant from the origin forms a circle. Okay, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു കണ്ടീഷൻ ഇവിടെയും പറയാൻ പറ്റും. പിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സിന്റെയും സെറ്റ് അതിന്റെ ലോക്കസ് എടുത്താൽ എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്? is a circle itself. Okay, clear ആണല്ലോ? So we are moving to the 12th question of our exercise 1.1. We are provided with a set A of all triangles. എല്ലാ ട്രയാങ്കിൾസിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സെറ്റ് ആണ് A എന്ന് പറയുന്നത്. And the relation is set ordered pair T1, T2 such that T1 is similar to T2. T1 ഉം T2 ഉം എന്താണ്? സിമിലർ ട്രയാങ്കിൾസ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഷോ ദാറ്റ് R is an equivalence relation. ഈ ഒരു റിലേഷൻ എന്താണ്? ഇക്വലൻസ് റിലേഷൻ ആണെന്ന് തെളിയിക്കണം. ദാറ്റ് മീൻസ് ഒരേ സമയം റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ് ആണെന്ന് തെളിയിക്കണം. ആൻഡ് നമുക്ക് ഒരു കണ്ടീഷൻ കൂടെ തന്നിട്ടുണ്ട്. കൺസിഡർ 3 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ്. 3 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യുക. T1 എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ സൈഡ്സ് തന്നിട്ടുണ്ട് 3, 4, 5. T2 എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾ സൈഡ്സ് തന്നിട്ടുണ്ട് 5, 12, 13. T3 എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ സൈഡ്സ് ആണ് 6, 8, 10. Which triangles among T1, T2 and T3 are related? Okay, ഈ 3 ട്രയാങ്കിൾസിൽ ഏതൊക്കെ ട്രയാങ്കിൾസ് ആണ് പരസ്പരം റിലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസറിലേക്ക് പോവാം. അപ്പോ ഞാൻ ആദ്യത്തെ കണ്ടീഷൻ എനിക്ക് റിഫ്ലെക്സീവ് ആണോ നോക്കണമെങ്കിൽ ഞാൻ ഇപ്പൊ എടുക്കുകയാണ് T1. നമുക്കറിയാം every triangle is similar to itself. Okay, അങ്ങനെയാണെങ്കിൽ T1 element of R
implies R is reflexive. ഇതിന്റെ റീസൺ ആയിട്ട് നിങ്ങൾ എന്താണ് എഴുതേണ്ടത്? എവരി ട്രയാങ്കിൾ ഈസ് സിമിലർ ടു ഇറ്റ്സെൽഫ്. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് നോക്കാം. ഞാൻ പറയാണ് T1 related to T2. That means T1 is similar to T2. Okay, T1 similar to T2. Okay, ഇവിടെ ഞാൻ ഒരു കണ്ടീഷൻ കൊടുക്കാം. ഓക്കെ, അപ്പൊ T1 related to T2 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റും T2 is similar to T1, which implies ordered pair T2 T1 element of R. Okay, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ which implies R is symmetric. Okay, R എന്താണ്? സിമെട്രിക് ആണ്. നെക്സ്റ്റ് അടുത്തൊരു കണ്ടീഷൻ നോക്കാം. അപ്പൊ പറയണ T1, T2 element of R and T2, T3 element of R. അപ്പൊ T1, T2 element of R എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? T1 is similar to T2. അതേപോലെ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? T2 is similar to T3. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും T1 is similar to T3. T1 similar to T3 implies ordered pair T1 T3 element of R. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ R is transitive. ഓക്കെ, അപ്പൊ R എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസിറ്റീവ് ആണ്. അപ്പൊ R എന്ന് പറയുന്ന റിലേഷൻ ഒരേ സമയം റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ് ആയതുകൊണ്ട് we can say that R is an equivalence relation. Okay, R is an equivalence relation. നെക്സ്റ്റ് നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ എന്താണ്? നമുക്ക് 3 ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസിന്റെ സൈഡിന് നമുക്ക് എങ്ങനെ തിരിക്കാം? ബേസ്, ഓൾട്ടിറ്റ്യൂഡ് ആൻഡ് ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, അപ്പൊ ഞാൻ ആ ഒരു രീതിയിലേക്ക് എഴുതിയാണ് ബേസ്, ഓൾട്ടിറ്റ്യൂഡ് ആൻഡ് ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, അപ്പോൾ അതാ ഇവിടെ നോക്കുമ്പോഴത്തേക്കും ബേസിനായിരിക്കും T1 എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ബേസ് ആരാണ്? 3. കാരണം ഏറ്റവും നീളം കുറവ് ബേസിനായിരിക്കും. ആൻഡ് ഓൾട്ടിറ്റ്യൂഡ് എത്രയായിരിക്കും? 4. ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്? 5. ഇനി ഞാൻ T2 എന്ന് പറഞ്ഞ ട്രയാങ്കിളിനെ എടുക്കുകയാണ്. T2 എന്ന് പറഞ്ഞ ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്യുമ്പോൾ 5, 12, 13. ഓക്കെ, 5, 12, 13. ഇനി T3 എന്ന് പറയുന്ന ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്യുന്നു. എത്രയാണ് തന്നിരിക്കുന്നത്? 6, 8, 10. ഓക്കെ, അപ്പൊ 3 ട്രയാങ്കിൾസിനെ നമ്മൾ എടുത്തു. നമുക്കറിയാം നമുക്കിവിടെ തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താണ്? T1 is related to T2. അതായത് നമ്മൾ എടുക്കുന്ന 2 ട്രയാങ്കിൾസും എന്താണ്? സിമിലർ ആവണം. അപ്പോ നമുക്കറിയാവുന്ന ഒരു കണ്ടീഷൻ ആണ് സിമിലർ ആയിട്ടുള്ള ട്രയാങ്കിൾസിന്റെ സൈഡ്സ് എന്തായിരിക്കും? പ്രൊപ്പോർഷൻ ആയിരിക്കും. കറസ്പോണ്ടിങ് സൈഡ്സ് പ്രൊപ്പോർഷൻ ആയിരിക്കും. അതായത് 2 ട്രയാങ്കിൾസ് എടുത്താൽ ഇപ്പൊ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ആണ് എടുത്തിരിക്കുന്നതെങ്കിൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ബേസും മറ്റേ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ബേസും എന്താണ്? ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന റേഷ്യോ സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ അങ്ങനെ ചെക്ക് ചെയ്തൊക്കെയാണ്. അപ്പൊ ഞാൻ T1 ആൻഡ് T2 ഇവ രണ്ടിനെ കേസ് എടുക്കുന്നു. അപ്പൊ ഞാൻ എന്താ 3/5 എന്ന് പറയുന്നത് 4/12 ഈക്വൽ ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. അല്ല. ഓക്കെ, ഇനി അത് എന്തിന് ഈക്വൽ ആണോ നോക്കാം? 5/13 ഈക്വൽ ആണോ നോക്കാം? അല്ല. സോ നമുക്ക് എന്താണ്? T1ഉം T2ഉം എന്താണ്? സിമിലർ ആണെന്ന് പറയാൻ കഴിയില്ല. ബിക്കോസ് their corresponding sides are not in proportional അല്ലെങ്കിൽ not in the same ratio എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഞാൻ T1ഉം T3യും കൺസിഡർ ചെയ്യാണ്. അപ്പൊ കൺസിഡർ ചെയ്തപ്പോ നോക്കാം 3/6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2. 4/8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2. 5/10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2. അപ്പൊ എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? 4/8 is equal to 5/10. That means the sides of the triangles T1 and T3 are in the same ratio. അല്ലെങ്കിൽ അത് proportion ആണെന്ന് പറയാൻ പറ്റും. Which implies എന്താണ്? T1 is similar to T3. Okay, ഇനി നമുക്ക് ഒരു കണ്ടീഷൻ കൂടെ നോക്കാനുണ്ട്. T2 and T3 നോക്കുകയാണ്. 5/6 is not is equal to 12/8, which is not is equal to 13/10. So T2 and T3 are not similar triangles. ഇവിടെ നമുക്ക് ആകെ സാറ്റിസ്ഫൈ ചെയ്യുന്ന 2 പെയർ ഓഫ് ട്രയാങ്കിൾസ് ആണ് T1ഉം T3. Okay, T1 and T3 are similar. So നമുക്ക് ഈ റിലേഷൻ വെച്ചിട്ട് എങ്ങനെ പറയാം? R is equal to set ordered by T1, T3 such that T1 is similar to T3. Okay, clear ആണല്ലോ? So we are moving to the 13th question of our exercise 1.1 and we are provided with a set of all polygons. Okay, അപ്പോൾ A എന്ന് പറയുന്ന സെറ്റ് എല്ലാ polygons ഉൾപ്പെടുന്ന സെറ്റ് ആണ്. and നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത് is equal to set P1 P2 such that P1 is equal to
P1 and P2 have the same number of sides. We have to show that the relation R is equivalence relation, and ഒരു extra condition കൊടുത്തിട്ടുണ്ട്. What is the set of all elements in A related to the right angular triangle with sides 3, 4 and 5? Okay, എന്ന് പറഞ്ഞാൽ എയിലെ ഏത് സെറ്റ് ഓഫ് എലമെന്റ്സ് ആണ് റൈറ്റ് ആംഗുലർ ട്രയാങ്കിൾ 3, 4 and 5 എന്നീ വശങ്ങളുള്ള റൈറ്റ് ആംഗുലർ ട്രയാങ്കിളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു റിലേഷൻ റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ അടിക്കുകയാണ് P1 and P1. ഓക്കെ, ഇപ്പൊ ഞാൻ പറയുന്നത് P1 ഈസ് റിലേറ്റഡ് ടു P1 എന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? P1 and P1 ഹാവ് സെയിം നമ്പർ ഓഫ് സൈഡ്സ്. അതായത് P1 എന്ന് പറയുന്ന പോളിഗണിന്റെ നമ്പർ ഓഫ് സൈഡ്സും P1 എന്ന് പറയുന്നത് തന്നെ പോളിഗണിന്റെ നമ്പർ ഓഫ് സൈഡ്സും ഈക്വൽ ആണെന്ന്. ആൻഡ് ദാറ്റ് ഫാക്ട് ഈസ് ട്രൂ. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? P1 എലിമെന്റ് ഓഫ് R. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ റീസൺ എഴുതാം. നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് P1 ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് sides of P1. Okay, therefore R is reflexive. Okay, next നമ്മൾ അടുത്ത കണ്ടീഷനിലേക്ക് പോവാണ്, സിമെട്രിയുടെ കണ്ടീഷൻ. ഇഫ് ഞാൻ പറയാണ് P1 and P2 എന്ന് പറഞ്ഞ രണ്ട് പോളിഗൺസിന് സെയിം നമ്പർ ഓഫ് സൈഡ്സ് ആണുള്ളത് എന്ന് പറയുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് തിരിച്ചും പറഞ്ഞൂടെ, P2 എന്ന് പറയുന്ന പോളിഗൺ എത്ര സൈഡ് ഉണ്ടോ അത്രയും സൈഡ് തന്നെയായിരിക്കും P1 എന്ന് പറഞ്ഞ പോളിഗണിനുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് എഴുതണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ നേരെ തിരിച്ചിതിനെ എഴുതിയാൽ മതി. എലിമെന്റ് ഓഫ് R. Therefore R is symmetric. ഓക്കെ, നെക്സ്റ്റ് ഈസ്, ഇപ്പൊ ഞാൻ പറയാണ് P1 is related to P2. That is, the number of sides of polygon P1 is equal to the number of sides of polygon P2 is element of R, and P2 is related to P3. Okay, and which is element of R. That is, the number of sides of P2 is equal to the number of sides of the polygon P3. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും the number of sides of P1 will be equal to the number of sides of P3. അതൊന്ന് എടുത്ത് എഴുതുക. Number of sides of P1 is equal to number of sides of P3. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? P1 and P3 element of R, which means R is transitive. Okay, അപ്പോൾ R എന്ന് പറയുന്നതിന്റെ റിലേഷൻ ഒരേ സമയം റിഫ്ലെക്സീവും ആണ്, സിമെട്രിക്കും ആണ്, ട്രാൻസിറ്റീവും ആണ്. സോ ഇറ്റ് ഈസ് ആൻ ഇക്വലൻസ് റിലേഷൻ. സോ R is an equivalence relation. നെക്സ്റ്റ് നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് ഇൻ എ? എയിലെ ഏതൊക്കെ സെറ്റ് ഓഫ് എലമെന്റ്സ് ആണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ 3, 4 and 5 എന്ന് പറയുന്ന വശങ്ങളുള്ള റൈറ്റ് ആംഗിൾ ട്രയാങ്കിളുമായിട്ട് ബന്ധപ്പെട്ട്? അപ്പൊ എ എന്ന് പറയുന്ന സെറ്റ് എന്താണ്? എല്ലാ പോളിഗൺസ് ഉൾപ്പെടുന്നതാണ്. അപ്പൊ ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഓഫ് സൈഡ്സ് 3, 4, 5 എന്നാണ്. ദാറ്റ് മീൻസ് നമുക്ക് നമ്പർ ഓഫ് സൈഡ്സ് വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറഞ്ഞൂടെ, നമ്പർ ഓഫ് സൈഡ്സ് 3 ആയിട്ടുള്ള പോളിഗൺസ് ആയിരിക്കും ഏതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നത്? 3, 4 and 5 എന്ന് പറയുന്ന സൈഡ്സ് ഉള്ള റൈറ്റ് ആംഗിൾ ട്രയാങ്കിളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 3 സൈഡിലുള്ള പോളിഗൺസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ട്രയാങ്കിൾസ്. ഓക്കെ, അപ്പോൾ റിലേറ്റഡ് ആയിട്ടുള്ളത് ആരാണ്? ദ സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനോട് കൂടി നമ്മുടെ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ റിലേഷൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്ത് തീർക്കുകയാണ്. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് എന്റെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു സെക്ഷനിൽ നിന്നും അറിഞ്ഞൂടാത്ത ക്വസ്റ്റ്യൻസ് എന്റെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ അത് എന്റെ അടുത്ത വീഡിയോസിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ എന്റെ വീഡിയോസും അതിലുള്ള കണ്ടന്റ്സ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആൻഡ് ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ്. അസ്സലാമു അലൈക്കും.